മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സജി, ഇത് ഭാര്യ ബിന്ദു, ആൽബിൻ, ആൻസൻ. ഞങ്ങൾക്ക് കിട്ടിയത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ കൃപാവരം വഴി മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു ആൻറ്റിയാണ് എനിക്ക് കൃപാസന പത്രം തരികയും ആൻറ്റി വഴിയായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലെത്തുന്നു. 2004 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് പ്രധാനമായിട്ടും ഞങ്ങളുടെ 2 സ്ഥലം വിൽപ്പനയെക്കുറിച്ച് ഉള്ള തടസ്സങ്ങൾ മാറുക എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു. ഒന്നാമത്തെ സ്ഥലം ഞങ്ങൾ പാലക്കാട് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അത് 5 വർഷമായിട്ട് ഞങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നു. സ്ഥലത്തിന് KLU ഇല്ലാത്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിൽ സ്ഥല വിൽപ്പന തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ KLUവിന് വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ ഫയലുകളുടെ നീക്കുപോക്ക് വളരെ സ്ലോയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥൻ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, നിങ്ങൾ നേരിട്ട് കളക്ട്രേറ്റിൽ ചെല്ലുക, കളക്ടറെ കാണുക, ഇതിൻ്റെ ഡെപ്യൂട്ടി കളക്ടറെ കാണുക, കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരറിവ് കിട്ടുന്നു. അതും പ്രകാരം ഞാൻ കളക്ട്രേറ്റിൽ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ അവിടെ മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി. ആ സമയത്ത് എൻ്റെ ഒരു ചേച്ചി ആ സമയത്ത് അതിൽ കടന്നു വരുന്നു. ചേച്ചി വന്നിട്ട് പറയുകയാണ്, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഡെപ്യൂട്ടി കളക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനെന്താ നമുക്ക് കയറിയേക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു ആ ചേച്ചിയെ അതിലെ കടത്തി വിട്ടതും അങ്ങനെ വന്നതും. ഞങ്ങൾ നേരെ കളക്ടറുടെ അടുത്തേക്ക് ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഇരുന്നു. ഉടനെ നമ്മുടെ ഫയൽ എടുത്തു നോക്കി. ഉടനെ പറഞ്ഞു, ഇത് 2-3 വർഷമായതാണല്ലോ, അർഹതപ്പെട്ടതാണല്ലോ, എത്രയും പെട്ടെന്ന് ഇത് കൊടുക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ആ സ്പോട്ടിൽ തന്നെ അത് സൈൻ ചെയ്ത് ഓർഡർ തരുന്നു. നമുക്ക് ഓർഡർ കിട്ടി. 1 മാസത്തിനുള്ളിൽ തന്നെ സ്ഥലം ഡിസ്പോസ് ചെയ്ത് മുഴുവൻ ഇടപാടുകളും തീരുന്നു. ഞങ്ങൾ അപ്പം ഇവിടുന്നുള്ള ഉപ്പ് ആ സ്ഥലത്ത് നമ്മൾ ആ കളക്ട്രേറ്റിൽ കയറിയപ്പോൾ തന്നെ ഉപ്പ് അവിടെ ഉപയോഗിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി തന്നെയാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ആ ഓഫീസിൽ കയറുമ്പോഴും ഉപ്പ്, നേർച്ച വസ്തുവായ ഉപ്പ് ആ ഓഫീസിലിട്ടിരുന്നു. അമ്മേ മാതാവേ കൂടെ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ കയറിയത്. എന്തായാലും അമ്മ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. ആ ഭാഗം വളരെ ഭംഗിയായിട്ട് 1 മണിക്കൂറിനുള്ളിൽ 3 വർഷത്തെ പ്രശ്നം 1 മണിക്കൂർ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന 10 മിനിറ്റ് സമയം കൊണ്ട് ആ പ്രശ്നം തീർന്നു, പരിഹരിച്ച് നമുക്ക് കൈ കിട്ടി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും കൂടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അത് വളരെ പ്രശ്നം പിടിച്ചൊരു കേസായിരുന്നു. കാരണം ആ സ്ഥലം എഴുതി തന്നത് എൻ്റെ വല്യപ്പച്ചനാണ് എഴുതി തന്നത്. അപ്പൻ്റെ പേർക്കാണ് എഴുതി കൊടുത്തത്. അപ്പൻ്റെ പേർക്ക് എഴുതി കൊടുക്കുമ്പോൾ അതിലെ സർവേ നമ്പർ വ്യത്യാസപ്പെട്ടു പോയി. നമുക്കറിയാം, സർവേ നമ്പർ വ്യത്യാസപ്പെടുക എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് തന്നെ പോയി, സ്ഥലത്തിൻ്റെ അഡ്രസ്സേ മാറിപ്പോയി. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യായുസിൽ ചെയ്യാവുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ എഴുതി തന്നയാൾ മറിച്ച് എഴുതണം, ആൾ മരിച്ചു പോയി, പിന്നെ അത് സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ മരിച്ച ആളുടെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് തിരിച്ച് ആ ആധാരം എഴുതണം. അപ്പോൾ അതെങ്ങനെയും എല്ലാവരെയും വിളിച്ച് കൂട്ടി സംഘടിപ്പിച്ചു. അത് ആധാരം എഴുതാനുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേനാണ് വലിയൊരു പ്രതിസന്ധി അവിടെ വരുന്നത്. ഇവരുടെ എല്ലാം പേര് ആധാരത്തിൽ എഴുതിയിരിക്കുന്ന, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഇവരുടെ എല്ലാം ആധാർ കാർഡിലെ പേര്, അവരുടെ ഒഫീഷ്യൽ നെയിം, മാമോദിസ പേരുമാണ്. ഇപ്പം 2 പേരാണ്. അപ്പം 1 and same സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും എടുക്കേണ്ട വരും. അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് അവരവരുടെ വില്ലേജിൽ പോയി അവരവരുടെ വില്ലേജ് ഓഫീസറുടെ നിന്ന് 1 and same സർട്ടിഫിക്കറ്റ് എടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ തീർക്കാവുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ അവിടെയും മാതാവ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഓരോ ഓഫീസിലും നമ്മൾ ചെല്ലുമ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് ആ ഉപ്പ് ആ ഓഫീസിലിട്ട് നമ്മൾ കയറി ചെന്ന് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ ഓഫീസിലെ ആരെങ്കിലും ഒരാൾ
ഒരാൾ പരിചയക്കാരനായിട്ട് വരുന്നു, സാറേ ഇത് ഒപ്പിട്ട് കൊടുത്തോ, എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലി അറിയുന്ന വ്യക്തിയാണ്, ധൈര്യമായിട്ട് ഒപ്പിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് സാറേ ഒപ്പിട്ട് സാറേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ അത്രയും ഫ്രീഡത്തോടെ ഒപ്പിടിച്ച് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ ഈ ആധാരം തിരിച്ച്, അതായത് അതിൻ്റെ പഴയാധാരം തിരുത്തി എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നമുക്ക് സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്കുള്ള വാങ്ങാനുള്ള ആൾ റെഡിയായിട്ട് വരുന്നു. അവർ ആ സ്ഥലം വിൽപ്പനയ്ക്ക് അവർ വാങ്ങാൻ റെഡിയായിട്ട് വരുന്നു, പൈസ തരുന്നു, സ്ഥലം വാങ്ങുന്നു. അങ്ങനെ അത് രണ്ടാമത്തെ ഒരു കാര്യവും നടന്നു. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോൻ്റെ കാര്യമാണ്. അവൻ +1 +2 പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അവന് ആഗ്രഹം BCAക്ക് പോകാനാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് BCAക്കിലേക്ക് പോകാനായിട്ട് ഇതുവരെയും നിയമപരമായിട്ടുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു കാര്യത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു വർഷം കടന്നു, അടുത്ത വർഷമായപ്പോഴത്തേന് ഈ നിയമം തന്നെ അങ്ങോട്ട് മാതാവ് മാറ്റി എഴുതി തരികയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഗ്രൂപ്പിലും, അതായത് +1 +2 ഏത് ഗ്രൂപ്പ് ഏത് സ്ട്രീമിൽ പോകുന്നവർക്കും BCAക്ക് പോകാം എന്നുള്ള നിയമം പുതിയതായിട്ട് വരുന്നു. KTU യൂണിവേഴ്സിറ്റിയിൽ ആ നിയമം നമ്മുടെ ഇവിടെ അവിടെ പാസ്സായി. ആ നിയമപ്രകാരം ഇപ്പോൾ അവന് BCA ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. ഇനി അതും കൂടാതെ ഈ വിവരം ഞങ്ങൾ അറിയുന്നില്ല, ഇങ്ങനെയൊരു നിയമമാറ്റം ഉണ്ടായ വിവരം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ദിവസം വെറുതെ നെറ്റിലിരുന്ന് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു ചേഞ്ച് ഉണ്ട് എന്നും, അടുത്തുള്ള നമ്മുടെ കോളേജുകളിലെല്ലാം KTUവിൻ്റെ അഫിലിയേഷനുള്ള കോളേജുകൾ ഏതൊക്കെയും തപ്പിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള കോളേജിൽ ഒരേ ഒരു സീറ്റ്, ജസ്റ്റ് ഇവന് വേണ്ടി മാത്രം ഒരേ ഒരു സീറ്റ് മാതാവ് അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞങ്ങൾ വിളിക്കുന്നു, ഒരു സീറ്റുണ്ട്, നാളെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറയുന്നു. അതും പ്രകാരം പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുന്നു, ഫീസ് അടയ്ക്കുന്നു, ജോയിൻ ചെയ്യുന്നു. ഒരു ദിവസത്തെ ക്ലാസ് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായിട്ട് അവന് ഇപ്പം BCA സെക്കൻഡ് സെമ്മിലേക്ക് പോകുന്നു. ഇവിടെയും ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എവിടെയും നമ്മുടെ ആയുധം നേർച്ച വസ്തുവാണ്. മാതാവിൻ്റെ ഉപ്പാണ് നമ്മുടെ എല്ലാ ആയുധം. അപ്പം അവിടെ എല്ലാം ചെല്ലുമ്പോഴെല്ലാം ഈ നേർച്ച വസ്തുക്കൾ അവിടെ നിക്ഷേപിച്ച് അവിടെ അങ്ങനെയാണ് ആ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റേതായ ഫലമുണ്ടായി. മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് ഇവന് വേണ്ടി ഒരൊറ്റ സീറ്റ് മാത്രമാക്കി അവിടെ റിസർവ് ചെയ്ത് വെക്കുകയും ആ സീറ്റിൽ ചേരാൻ സാധിക്കുകയും ചെയ്തു. ഇനി ഇളയ മകന്, അവൻ 10ാം ക്ലാസ്സിലായിരുന്നു, അവൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അവന് പരീക്ഷയുടെ സമയമായി. അപ്പം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു, അവൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ അവനൊരു ആശീർവദിച്ചു കൊടുത്തു. ആ പരീക്ഷയിൽ അവന് ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് 90% മാർക്കോടെ പാസ്സാകാനായിട്ട് അവന് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവൃത്തികൾ ആദ്യം പറയാം. ഞങ്ങൾ പത്രം ഉണ്ട്, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ അവിടെ ആശുപത്രികളിലും രോഗികളായി വരുന്ന ഈ മെഡിക്കൽ ലാബുകളിലുമെല്ലാം ഞങ്ങൾ വിതരണം ചെയ്യുന്നു. നമ്മുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, നമ്മുടെ അനുഭവം പറഞ്ഞുകൊണ്ട് അവരോട് സാക്ഷ്യപ്പെടുത്തി അവരോട് പറയുക. പിന്നെ അനുദിന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും മുടക്കം കൂടാതെ കാണുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയങ്ങളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഓർഫനേജുകളിൽ പോവുക, പിന്നെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു ഞങ്ങൾ കൊണ്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തുതി. യെശയ്യാ 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നദികളും
രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. സജി എന്ന ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നാം വായിച്ചു കേട്ട യെശയ്യാ 45:2 വചനം, അതിൻ്റെ വലിയ കുരുക്കുകളും ക്ലേശങ്ങളും അടഞ്ഞ വാതിലുകളും അമ്മയുടെ വലിയ സംരക്ഷണയിൽ എങ്ങനെ തുറക്കപ്പെടുന്നു, എങ്ങനെ പുതിയ വഴി ജീവിതത്തിന് ലഭിക്കുന്നു, അന്ന് വരെ സാധ്യതയില്ലാതിരുന്ന വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ എങ്ങനെ തെളിഞ്ഞു കിട്ടുന്നു എന്നതിനെക്കുറിച്ച് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് കേരളിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സ്ഥലം അതൊന്ന് വിൽപ്പനയ്ക്ക് നടത്താനാവാത്ത വിധം 3 വർഷത്തോളം ക്ലേശിക്കുന്നത് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അത് കളക്ടറിനെ കാണുവാനായി ചെല്ലുമ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ 3 വർഷം നടക്കാത്തത് അമ്മയെ കൂട്ടുപിടിച്ച് ചെല്ലുമ്പോൾ അതേ ദിവസം അതേ നിമിഷം ഉത്തരവായിക്കൊണ്ട് ആ സ്ഥലത്തിൻ്റെ മുഴുവൻ കെട്ടുപാടുകളും മാറി റിലീസായി അത് വിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ കുടുംബത്തിന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് അതിലും ഇത്തിരി കൂടി കടുപ്പമുള്ളതും ക്ലേശമേറിയതുമായ ഒരു സ്ഥലവിഷയം തന്നെയാണ് സഹോദരൻ സൂചിപ്പിച്ചത്. സ്ഥലം എഴുതിയ വ്യക്തി മരിച്ചുപോയി, സർവേ നമ്പർ മാറിപ്പോയി, അതുകൊണ്ട് സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റി മാറി. പിന്നീട് മക്കളെല്ലാവരും അത് എഴുതി കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവരുടെ പേരുകൾ വിളിപ്പേരും ഒഫീഷ്യൽ നെയിമുമായിട്ട് വ്യത്യാസം വരുന്നു. കൂടുതൽ കുരുക്കുകളായി ആ പ്രശ്നം തീരുകയാണ്. എങ്കിലും ചെല്ലുന്നിടത്തൊക്കെയും ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന വചനം പോലെ തന്നെ ഓരോ ഓഫീസിലും ചെല്ലുമ്പോൾ പരിചയത്തിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാവുകയും ഈ വിളിപ്പേരും ഒഫീഷ്യൽ നെയിമും രണ്ടും ഒരാൾ തന്നെ എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒത്തിരി പേരുടെ പേരുകൾ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ വളരെ നിസ്സാരമായി നേടിയെടുക്കുവാൻ തക്കവിധം അമ്മ മാതാവ് നയിച്ചു, ദൂതന്മാരെ നൽകി സഹായിച്ചു. ഒരു ക്ലേശവുമില്ലാതെ ആധാരം തിരുത്തി എഴുതുവാനും അതുവഴി ആ സ്ഥലം വേഗത്തിൽ വിൽക്കുവാനുമുള്ള സഹായം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. നാം പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഏറ്റവും പ്രയാസകരമായ 2 പ്രൊസീജിയറാണ് സഹോദരൻ ഈ സ്ഥല സംബന്ധമായി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ചിലത് 20-30 വർഷം നീണ്ടുപോകാവുന്നത്, ചിലത് ഒരിക്കലും നടക്കുവാനാവാത്തത്, ചിലപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു അതൃപ്തി അല്ലെങ്കിൽ താല്പര്യക്കുറവ് കാണിച്ചാൽ പിന്നീട് ഒരിക്കലും ആ സ്ഥലം തിരുത്തി എഴുതുവാൻ പറ്റാത്ത വിധം ക്ലേശത്തിനായി പോകാവുന്ന സാഹചര്യങ്ങളിലാണ് അമ്മ മാതാവ് സുരക്ഷിതമായി യാതൊരു സമയവും ദൈർഘിപ്പിക്കാതെ എല്ലാ ഓഫീസുകളിലും ഓരോരോ ദൂതന്മാരെ കൃത്യമായി കാത്തു സൂക്ഷിച്ച് എനിക്ക് ഈ വ്യക്തിയെ അറിയാം, ഇത് ധൈര്യമായി സാർ ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞു കൊടുത്ത് ഓരോ സർട്ടിഫിക്കറ്റും നേടുന്നതിന് വേണ്ടി കുടുംബത്തെ സഹായിച്ചത്. അതുകൊണ്ടാണ് അമ്മ മാതാവ് നാം പോകുന്ന വഴികളിൽ നമുക്ക് മുമ്പേ സഞ്ചരിക്കും, നാം ചെല്ലുന്നിടങ്ങളിൽ അമ്മയെ വിളിച്ച് അമ്മയുടെ സംരക്ഷണം തേടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചാണ് പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ അമ്മ തടസ്സത്തിൻ്റെയും തിന്മയുടെയും ദുരാത്മാക്കളെ പൂർണ്ണമായി അകറ്റുകയും നമുക്കുള്ള നേർവഴിയുടെ വാതിലുകളും വ്യക്തികളെയും നമുക്കായി ഒരുക്കിത്തരികയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ 2 സ്ഥല വിൽപ്പനകളിലൂടെ സഹോദരൻ പങ്കുവച്ചത്. മൂന്നാമത്തത് BCA ചേരുവാനുള്ള മകൻ്റെ ആഗ്രഹമാണ്. അതിലേക്ക് പ്രവേശനം സാധാരണഗതിയിൽ സാധ്യമല്ല എന്ന രീതിയിൽ നിയമം നിൽക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത നിയോഗം സമർപ്പിക്കുമ്പോൾ നിയമം തന്നെ മാറ്റിയെഴുതുകയും ആർക്കും BCA പഠിക്കാം എന്ന രീതിയിൽ നിയമം വരികയും അങ്ങനെ മകന് BCA പഠിക്കുവാനുള്ള സാഹചര്യം, ഹ്യൂമാനിറ്റീസ് പഠിച്ച മകന് BCA പഠിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയതിനെയാണ്. അതും ഒരു സീറ്റ് മാത്രം അത് വീടിനടുത്തുള്ള ഇടത്ത് അനുവദിച്ചുകൊണ്ട് വേറെ സീറ്റ് എങ്കുമില്ല, ഒരേ ഒരു സീറ്റ് മാത്രം മകന് വേണ്ടി മാത്രമായി അനുവദിച്ച് ഒറ്റ ഫോൺ കോളിൽ മകന് പ്രവേശനം നേടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മളെപ്പോഴും നമ്മളെ തന്നെ ജീവിതം എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നമുക്കിനി മുന്നോട്ട് പോകുവാൻ വഴികളില്ല എന്ന് കരുതുന്ന അവസരങ്ങളിലൊക്കെയും അമ്മ നമ്മളെ നാം പോലും അറിയാതെ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് സുഗമമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെന്ന് ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്ഥലവിൽപ്പന ഒരു നിയമ തടസ്സം മൂലം വല്ലാതെ ക്ലേശിക്കുമ്പോൾ 3-5 വർഷം അതിന് പുറകെ നടന്ന് യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുമ്പോഴും അമ്മയുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിതറുകയും കളക്ടറേറ്റിൽ പോലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇതെനിക്ക് വേണ്ടി അമ്മ മാതാവ് അനുവദിച്ചു തരുമെന്ന പ്രത്യാശയിൽ അവിടെ കയറി ചെന്ന് സംസാരിക്കുന്ന അതേ നിമിഷം ഉത്തരവിട്ടുകൊണ്ട് ആ സ്ഥലം റിലീസ് ചെയ്യുന്നതിന് ഒത്തിരി പേരുള്ളപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ മറ്റൊരു സ്ഥലം ആധാരം തിരികെ എഴുതി ശരിയാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാവുന്നതിന്
മകൻ്റെ പ്രവേശനം സാധിക്കില്ല എന്ന് കരുതി മറ്റെന്തെങ്കിലും ആലോചിക്കുവാൻ പോലും ഇങ്ങനെ മനസ്സ് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമേ ഇടപെടാനാകൂവെന്ന് കരുതി അതിലേക്ക് ഒന്ന് ജീവിതം കൊടുത്ത് ആ വിഷയത്തെ സമർപ്പിച്ച് കഴിയുമ്പോൾ ഒരേ ഒരു സീറ്റ് മകന് വേണ്ടി മാത്രം അടുത്ത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് പ്രവേശനം സാധ്യമാക്കുന്നതും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ കണ്ണുകളിലും നമ്മുടെ ചിന്തകളിലും എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുവാൻ ദൈവശക്തിക്ക് സാധിക്കും. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗങ്ങൾ അല്പം പോലും സംശയമില്ലാതെ ദൈവശക്തിയാൽ അമ്മ മകനോട് പറഞ്ഞാൽ മകൻ അനുവദിച്ചു തരുമെന്ന പൂർണ്ണ ബോധ്യത്തിൽ വിശ്വാസത്തിൽ കൈമാറുമെങ്കിൽ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഈ കുടുംബത്തിന് അമ്മയുടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.